നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പഠിച്ചിരുന്നു. ഈ റിഫ്ലെക്സീവ് പ്രൊനൗണുകൾ വരുന്ന സെൻറ്റൻസുകളെ അവയില്ലാണ്ടൊരു സെൻറ്റൻസ് ആക്കിയാൽ അത് കംപ്ലീറ്റ് ആയിരിക്കില്ല. ആ സെൻറ്റൻസ് മീനിങ് ഇല്ലാതെ ആയിരിക്കും നിൽക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സെൻറ്റൻസ് നോക്കി, അനു സ്ലാപ്പിഡ് ഹേർസെൽഫ്. അനുവിനെ തന്നെ തല്ലി. ഇവിടെ അനു ആണ് സബ്ജക്റ്റ്, സ്ലാപ്പിഡ് ആണ് വെർബ്, ഒബ്ജക്റ്റായിട്ട് വരുന്നത് ഹേർസെൽഫ് എന്ന് പറഞ്ഞിരിക്കുന്ന റിഫ്ലെക്സീവ് പ്രോണൗൺ ആണ്. ഈ സെൻറ്റൻസിന് നമ്മൾ ആ ഒരു റിഫ്ലെക്റ്റീവ് പ്രോണൗൺ ഇല്ലാണ്ട് എഴുതി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ്, അനു സ്ലാപ്പിഡ് എന്ന് മാത്രമായി. പക്ഷെ നമ്മൾ ആദ്യം കണ്ട സെൻറ്റൻസിൽ എങ്ങനെയായിരുന്നു, ആദ്യം കണ്ട സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഉണ്ടായി, വെർബും ഉണ്ടായിരുന്നു, ഒബ്ജക്റ്റും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ സെൻറ്റൻസിൽ സബ്ജക്റ്റും ഉണ്ട്, വെർബും ഉണ്ട്, എന്നാൽ ഒബ്ജക്റ്റ് ഇല്ല. നമുക്ക് അൺസ്ലാപ്പിഡ് മാത്രം വേണമെങ്കിൽ പറയാം. പക്ഷെ റിഫ്ലെക്റ്റീവ് പ്രോണൗൺ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സെൻറ്റൻസിനെ ഒബ്ജക്റ്റ് ഇല്ലാണ്ട്, ആ ഒരു റിഫ്ലെക്റ്റീവ് പ്രോണൗൺ ഇല്ലാണ്ട് എഴുതി കഴിയുമ്പോൾ ആ സെൻറ്റൻസ് മീനിങ് ഫുൾ അല്ല, മീനിങ് ഇല്ലാണ്ടാണ് വരുന്നത്. ഈ റിഫ്ലെക്സീവ് പ്രോണൗണിനെ പോലെ തന്നെ നമ്മളൊരു കാര്യം എംഫാറ്റിക് പ്രോണൗണിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എംഫാറ്റിക് പ്രോണൗൺസ് വരുന്ന സെൻറ്റൻസിനെ അവയില്ലാതെ മറ്റൊരു സെൻറ്റൻസാക്കി മാറ്റിയാൽ അതിന് ഒരു മീനിങ് ഉണ്ടാവും, മീനിങ് ഫുള്ളായിട്ടുള്ള സെൻറ്റൻസ് ആയിരിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഈ സെൻറ്റൻസ് ഒക്കെ, യു യുവർ സെൽഫ് ലോക്ക്ഡ് ദ ഡോർ. നീ തന്നെയാണ് ഡോർ ലോക്ക് ചെയ്തത്. ഈ സെൻറ്റൻസിന് നമുക്ക് എംഫാറ്റിക് പ്രോണൗൺ ഇല്ലാണ്ട് സെൻറ്റൻസ് ആക്കി മാറ്റുമ്പോൾ യു ലോക്ക്ഡ് ദ ഡോർ, നീ ഡോർ ലോക്ക് ചെയ്തു. ആദ്യത്തെ സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഉണ്ട്, എംഫാറ്റിക് പ്രോണൗൺ ഉണ്ട്, അതുപോലെ വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. രണ്ടാമത്തെ സെൻറ്റൻസ് വന്നപ്പോൾ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. ആദ്യത്തെ സെൻറ്റൻസിൽ നമ്മൾ പറഞ്ഞത് നീ തന്നെയാണ് ഡോർ ലോക്ക് ചെയ്തത്. രണ്ടാമത്തെ സെൻറ്റൻസിൽ പറയുന്നത് നീയാണ് ഡോർ ലോക്ക് ചെയ്തത്. എന്നാൽ രണ്ടാമത്തെ സെൻറ്റൻസിൽ എംഫാറ്റിക് പ്രോണൗൺ മാറ്റിയെങ്കിലും മീനിങ് സെയിം തന്നെയാണ്. ആദ്യത്തിൽ നീ തന്നെയാണെന്ന് നമ്മൾ ഒരു ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യുവർ സെൽഫ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേൽ യുവർ സെൽഫ് ഇല്ലെങ്കിൽ മീനിങ് സെയിം തന്നെയാണ്. സബ്ജക്റ്റ് തന്നെയാണ് ഡോർ ലോക്ക് ചെയ്തത്, അതിൽ ഒരു വ്യത്യാസം വരുന്നില്ല. സബ്ജക്റ്റും വരുന്നുണ്ട് ആ സെൻറ്റൻസിൽ, വെർബും വരുന്നുണ്ട്, ഒബ്ജക്റ്റും വരുന്നുണ്ട്. അതുകൊണ്ട് ഈ സെൻറ്റൻസിൽ മാറ്റം വരുന്നില്ല. ഈ രണ്ടാമത്തെ സെൻറ്റൻസ് ഒക്കെ, ഹി ബോട്ട് ഹിംസെൽഫ് എ ബാഗ്. അവന് വേണ്ടി തന്നെ ഒരു ബാഗ് വാങ്ങി. ഇവിടെ സബ്ജക്റ്റ് ഹി ആണ്, അവൻ എന്താണ് വാങ്ങിയത്, ബാഗാണ്. ബാഗാണ് ഇവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. അവൻ ആർക്ക് വേണ്ടിയിട്ടാണ് ബാഗ് വാങ്ങിയത്, അവന് വേണ്ടി തന്നെ. ഇവിടെ സബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും സെയിം ആയതുകൊണ്ട് ഇതൊരു റിഫ്ലെക്സീവ് പ്രോണൗൺ ആണ്. എന്നാൽ ഈ സെൻറ്റൻസിന് ആ റിഫ്ലെക്സീവ് പ്രോണൗൺ ഇല്ലാണ്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കി, ഹി ബോട്ട് എ ബാഗ്, അവനൊരു ബാഗ് വാങ്ങി എന്നാണ് വരുന്നത്. ആദ്യത്തെ സെൻറ്റൻസിൽ അവന് വേണ്ടിയാണ് ബാഗ് വാങ്ങിയത്. ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, വെർബുണ്ട്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്. അതിനെ രണ്ടാമത്തെ ഒരു സെൻറ്റൻസ് ആക്കി മാറ്റിയതിപ്പോൾ എങ്ങനെ, ഹി ബോട്ട് എ ബാഗ്. അതിൽ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും ഉള്ള ഒരു സെൻറ്റൻസ് ഓക്കെ ആണത്, ഹി ബോട്ട് എ ബാഗ്. എന്നാൽ നമ്മൾ റിഫ്ലെക്സീവ് പ്രോണൗൺ ഉപയോഗിച്ച് എഴുതിയിട്ടുള്ള ആ സെൻറ്റൻസ് എങ്ങനെയാണെന്ന് നോക്കി, ഹി ബോട്ട് ഹിംസെൽഫ് എ ബാഗ്. അവന് വേണ്ടി തന്നെയാണ് ബാഗ് വാങ്ങിയത്. അവിടെ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട്. ആ സെൻറ്റൻസ് നമ്മൾ റിഫ്ലെക്സീവ് പ്രോണൗൺ ഇല്ലാണ്ട് എഴുതി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ്, ഹി ബോട്ട് എ ബാഗ്, അവനൊരു ബാഗ് വാങ്ങി എന്നാണ്. ആദ്യത്തേൽ അവന് വേണ്ടിയിട്ടാണ് ബാഗ് വാങ്ങിയിട്ടുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേൽ ഒരു ബാഗ് വാങ്ങി. അവിടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് മിസ്സിങ് ആണ്. അവന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടില്ല. രണ്ട് സെൻറ്റൻസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസ് മീനിങ് ഫുൾ അല്ല. അവിടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് മിസ്സിങ് ആണ്. അതുകൊണ്ടാണ് ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ല എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസ് ഒക്കെ, ഹി ഹിംസെൽഫ് ബോട്ട് എ ബാഗ്. അവൻ തന്നെയാണ് ഒരു ബാഗ് വാങ്ങിയത്. ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. സബ്ജക്റ്റിനോട് ചേർന്നാണ് ഹിംസെൽഫ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതെന്താ, ഒരു എംഫാറ്റിക് പ്രോണൗണുള്ളൊരു സെൻറ്റൻസ് ആണ്. ഈ സെൻറ്റൻസിൽ നമുക്ക് ഈ എംഫാറ്റിക് പ്രോണൗൺ ഇല്ലാണ്ട് എഴുതി നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ, ഹി ബോട്ട് എ ബാഗ്, അവനൊരു ബാഗ് വാങ്ങി. ആദ്യത്തെ സെൻറ്റൻസിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ തന്നെയാണ് ഒരു ബാഗ് വാങ്ങിയത്. അവനെ എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ രണ്ടാമത്തെ സെൻറ്റൻസ് വന്നിരിക്കുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ, ഹി ബോട്ട് എ ബാഗ്, അവൻ ഒരു ബാഗ് വാങ്ങി. രണ്ട് മീനിങ് സെയിം ആണ്. ആദ്യത്തേൽ അവൻ തന്നെയാണ്
ബാഗ് വാങ്ങിയതെന്ന് പറയുന്നത്. അവൻ പറഞ്ഞ ഒറ്റ ഒരാളാണ് ആ ബാഗ് വാങ്ങിയിരിക്കുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസിൽ വന്നിരിക്കുമ്പോൾ ഹീ ബോട്ട് എ ബാഗ്, അവൻ ഒരു ബാഗ് വാങ്ങി. രണ്ട് മീനിങ് സെയിം ആണ്. ആദ്യത്തെ സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ആ സെൻറ്റൻസ് എംഫാറ്റിക് പ്രോണൗൺ ഇല്ലാണ്ട് എഴുതി കഴിഞ്ഞപ്പോൾ ആ സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. ഇതിന് മീനിങ്ങിൽ വ്യത്യാസം വരുന്നില്ല. ഇതാണ് എംഫാറ്റിക് പ്രോണൗണും റിഫ്ലെക്സീവ് പ്രോണൗണും വരുന്ന സെൻറ്റൻസുകൾ മാറ്റം വരുത്തിയാൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. നോക്കി, എംഫാറ്റിക് പ്രോണൗണിന് എക്സാമ്പിളായിട്ടുള്ള സെൻറ്റൻസ്, റിഫ്ലെക്സീവ് പ്രോണൗണിന് എക്സാമ്പിളായിട്ടുള്ള സെൻറ്റൻസും നോക്കി. ആദ്യത്തേൽ എന്താ, റിഫ്ലെക്സീവ് പ്രോണൗണിന് എക്സാമ്പിളായിട്ടുള്ള സെൻറ്റൻസിൽ റിഫ്ലെക്സീവ് പ്രോണൗൺ ഇല്ലാണ്ട് എഴുതി കഴിഞ്ഞപ്പോൾ ആ സെൻറ്റൻസ് മീനിങ് ഫുൾ അല്ല. അവിടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് മിസ്സിങ് ആണ്. എന്നാൽ രണ്ടാമത്തെ സെൻറ്റൻസൊക്കെ എംഫാറ്റിക് പ്രോണൗൺ വെച്ച് എഴുതിയിരിക്കുന്ന സെൻറ്റൻസിൽ എംഫാറ്റിക് പ്രോണൗൺ ഇല്ലാണ്ട് എഴുതി കഴിഞ്ഞപ്പോൾ ആ സെൻറ്റൻസ് മീനിങ് ഫുള്ളാണ്. അവിടെ ഒരു മാറ്റം വന്നിട്ടില്ല മീനിങ്ങിൽ. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നമുക്കിനി റിഫ്ലെക്സീവ് പ്രോണൗണിൻ്റെ പൊസിഷൻ എവിടെ വന്നെന്ന് ഒരു പ്രാവശ്യം കൂടി നോക്കാം. ഈ സെൻറ്റൻസ് ഒക്കെ, വി ഹേർട്ട് അവർസെൽവ്സ്, ഞങ്ങളെ തന്നെ വേദനിപ്പിച്ചു. ഇവിടെ വി ആണ് സബ്ജക്റ്റ്, ഹേർട്ട് ആണ് വെർബ്, അവർസെൽവ്സ് ആണ് ഒബ്ജക്റ്റ്. വി സബ്ജക്റ്റ് ആയിട്ട് വന്നുകൊണ്ടാണ് നമ്മളിവിടെ അവർസെൽവ്സ് റിഫ്ലെക്സീവ് പ്രോണൗൺ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ വെർബിന് തൊട്ട് ശേഷമാണ് റിഫ്ലെക്സീവ് പ്രോണൗൺ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ സെന്റൻസ് ഒക്കെ, ദേ ബോട്ട് ദംസെൽവ്സ് എ കേക്ക്, അവർക്ക് വേണ്ടി തന്നെ ഒരു കേക്ക് വാങ്ങി. ഇവിടെ ദേ ആണ് സബ്ജക്റ്റ്, ബോട്ട് വെർബ്, ഇൻഡയറക്റ്റ് ആയിട്ട് ഒബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ദംസെൽഫ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് എ കേക്ക്. അവർക്ക് വേണ്ടി തന്നെയാണ് കേക്ക് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന്റെ പൊസിഷൻ എങ്ങനെ വന്നതെന്ന് നോക്കിയാൽ, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ വെർബിന് ശേഷമാണ് റിഫ്ലെക്സീവ് പ്രോണൗണിന്റെ സ്ഥാനം, എന്നാൽ ഒബ്ജക്റ്റിന് തൊട്ട് മുമ്പാണ്. ഇനി എംഫാറ്റിക് പ്രോണൗണിന്റെ പൊസിഷൻ എവിടെയാണ് വരുന്നതെന്ന് ഒന്നും കൂടി ഒന്ന് നോക്കാം. യു യുവർസെൽഫ് ക്ലീൻഡ് ദ ക്ലാസ് റൂം, നിങ്ങൾ തന്നെയാണ് ക്ലാസ് റൂം ക്ലീൻ ചെയ്തത്. ഇവിടെ യു എന്ന് പറഞ്ഞിരിക്കുന്നത് പ്ലൂറലാണ്, പ്ലൂറൽ സബ്ജക്റ്റാണ്, ഒന്നിൽ കൂടുതൽ പേരാണ്. അതുകൊണ്ടാണ് ഇവിടെ യുവർ സെൽഫ് എന്ന് പറഞ്ഞിരിക്കുന്ന എംഫാറ്റിക് പ്രോണൗൺ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്നൊക്കെ, സബ്ജക്റ്റിന് തൊട്ട് ചേർന്നാണ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിരിക്കുന്ന എംഫാറ്റിക് പ്രോണൗൺ വന്നിരിക്കുന്നത്. അതിനുശേഷം വെർബ്, അതിനുശേഷം ഒബ്ജക്റ്റ്, സബ്ജക്റ്റിനോട് തൊട്ട് ചേർന്നാണ്. രണ്ടാമത്തെ സെൻറ്റൻസ് ഒക്കെ, യു ക്ലീൻഡ് ദ ക്ലാസ് റൂം യുവർ സെൽഫ്, ഇവിടെ എങ്ങനെയാ, സെയിം മീനിങ് തന്നെയാണ്, നിങ്ങൾ തന്നെയാണ് ക്ലാസ് റൂം ക്ലീൻ ചെയ്തത്. എന്നാൽ പൊസിഷനിലൊരു വ്യത്യാസം വന്നിരിക്കുന്നത് എങ്ങനെയാണ്, സബ്ജക്റ്റ് കഴിഞ്ഞ് വെർബ്, വെർബിന് ശേഷം ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിന് ശേഷമാണ് എംഫാറ്റിക് പ്രോണൗൺ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു എംഫാറ്റിക് പ്രോണൗൺ സബ്ജക്റ്റിന് തൊട്ടടുത്തായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക സെൻറ്റൻസിന് അവസാനമായിട്ട് ഒബ്ജക്റ്റിന് ശേഷമായിട്ട് നമുക്ക് എംഫാറ്റിക് പ്രോണൗൺ യൂസ് ചെയ്യാം. രണ്ടിൻ്റെ മീനിങ് സെയിം തന്നെയാണ്, രണ്ടും സബ്ജക്റ്റിനെ എംഫസൈസ് ചെയ്ത് പറയുന്നതാണ്. പൊസിഷൻ നമുക്ക് വേണമെങ്കിൽ സബ്ജക്റ്റിന് ശേഷം അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് ശേഷം ആ സെൻറ്റൻസിൻ്റെ അവസാനം ചേർക്കാവുന്നതാണ്. ഈ സെൻറ്റൻസ് ഒക്കെ, അനു ഗാവ് അഖിൽ നിഞ്ചത്ത പെൻ, അനു അഖിലിന് തന്നെയാണ് പേന കൊടുത്തത്. ഇവിടെ അനു ആണ് സബ്ജക്റ്റ്, അനു എന്താണ് കൊടുത്തത്, പേന. ആർക്കാണ് കൊടുത്തത്, അഖിലിന്. ഇവിടെ അഖിലാണ് ഒബ്ജക്റ്റ്. ഇവിടെ അഖിലിന് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒബ്ജക്റ്റിന് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹിംസെൽഫ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒബ്ജക്റ്റ് ആരാണോ വരുന്നത് അതിനനുസരിച്ചുള്ള എംഫാറ്റിക് പ്രോണൗൺ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. പ്രത്യേക കാര്യം, ഒബ്ജക്റ്റിന് എംഫസൈസ് ചെയ്യുമ്പോൾ നമ്മൾ സബ്ജക്റ്റിന് ചേർന്നിട്ടുള്ള എംഫാറ്റിക് പ്രോണൗൺ അല്ല യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതൊക്കെ, സബ്ജക്റ്റിന് ശേഷം വെർബ് വന്നിരിക്കുന്നു, വെർബിന് ശേഷം നമ്മൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വന്നിരിക്കുന്നു, ആ ഇൻഡയറക്റ്റിന് തൊട്ട് ശേഷമാണ് നമ്മളതിനെ എംഫസൈസ് ചെയ്യുന്ന എംഫാറ്റിക് പ്രോണൗൺ വന്നിരിക്കുന്നു, അതിന് ശേഷം ഡയറക്റ്റ് ഒബ്ജക്റ്റ് വന്നിരിക്കുന്നു. ഒബ്ജക്റ്റിന് തൊട്ട് ശേഷം വേണം എംഫാറ്റിക് പ്രോണൗൺ വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ സെൻറ്റൻസ് ഒക്കെ, അനു ഗാവ് അഖിൽ ദ പെൻ ഹെർസെൽഫ്, അനു അഖിലിന് പേന കൊടുത്തു. ഇവിടെ അനു തന്നെയാണ് അഖിലിന് പേന കൊടുത്തു എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സെൻറ്റൻസിന് അവസാനമാണ് എംഫാറ്റിക് പ്രോണൗൺ വന്നിരിക്കുന്നത്. ഇവിടെ ഒബ്ജക്റ്റിനെ അല്ല എംഫസൈസ് ചെയ്ത് പറയുന്നത്, പകരം സബ്ജക്റ്റിനെയാണ്. ഒരു എംഫാറ്റിക് പ്രോണൗൺ ഒരു സെൻറ്റൻസിന് അവസാനം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സബ്ജക്റ്റിനാണ് എംഫസൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന്, സബ്ജക്റ്റിന് ശേഷം വെർബ്, വെർബിന് ശേഷം
ഒബ്ജക്റ്റ് വന്നിരിക്കുന്നു, അതിനുശേഷം ഡയറക്റ്റ് ഒബ്ജക്റ്റ് വന്നിരിക്കുന്നു, അതിനുശേഷം എംഫാറ്റിക് പ്രോണൗൺ വന്നിരിക്കുന്നു. അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. കുറേ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇതൊക്കെ. ഇന്നത്തെ ക്ലാസ് എംഫാറ്റിക് പ്രോണൗണിനെ കുറിച്ചും റിഫ്ലെക്സീവ് പ്രോണൗണിനെ കുറിച്ചും നിങ്ങൾക്കുള്ളൊരു ഡൗട്ട് എല്ലാം മാറി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മനസ്സിലായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ പറയാവുന്നതാണ്.